നമ്മളിപ്പോൾ ഉള്ളത് യാംസ് റെസ്റ്റോറൻറ്റിലാണോ. അപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് സീ ഫുഡ് പ്ലാറ്റേഴ്സ് ഉണ്ട്. സീ ഫുഡിൻ്റെ ഒരുപാട് ഐറ്റംസ് നമ്മളിന്ന് വ്ളോഗ് ചെയ്യാൻ വരുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഐറ്റംസ്, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യണത്, എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഇവിടുത്തെ ഷെഫിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അതിന് മുൻപായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റത്തിൻ്റെയൊക്കെ, അതായത് വെറൈറ്റി ഐറ്റത്തിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടുപോകാം. എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതിപ്പോൾ കരിക്കിൽ കറി ഉണ്ടാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാണുന്നത് ആവോലി പൊള്ളിച്ചതാണ്. അത് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് ഇങ്ങനൊരു തവയിലൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രസൻറ്റേഷൻ, ഇത് രണ്ടും ഒരു ഐറ്റത്തിനെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. തീയും പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഐറ്റം സംഭവം സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഇവിടെ 1-2 ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഐറ്റംസ് കൂടി പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ ഡിഷിന് പേര് കാന്താരിക്കിഴിയാണ്. കാന്താരിക്കിഴി അതായത് നമ്മൾ കാന്താരി പേസ്റ്റാക്കി അത് സോട്ട് ചെയ്ത് അത് കിഴിയാക്കുന്ന സംഭവമാണ്. ഇനി നമ്മളത് ഇനി മസാല ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാല അടിച്ചു കഴിഞ്ഞാൽ കിഴിയിലേക്ക് മാറ്റുന്നതാണ്. കിഴി കൂന്തലപ്പം ഇട്ട് ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ കാന്താരിക്കിഴി സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കായിട്ട് വെക്കണം നല്ലൊരു സ്പെഷ്യൽ മസാലയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം, സ്പെഷ്യൽ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു കൊഞ്ചും ഞണ്ടും കൂന്തലും ആവോലിയും അങ്ങനെ ഫിഷ് ഐറ്റംസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സീ ഫുഡ് പ്ലാറ്റർ, അതാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം ഇപ്പോൾ നമ്മളവിടെ വീഡിയോ എടുക്കാൻ വന്ന ദിവസം കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പേരെനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ ഷെഫ് നമ്മളോട് കറക്റ്റായിട്ട് ഓരോന്ന് പരിചയപ്പെടുത്തി തരും. ഇത് ഞങ്ങൾ പുതുതായിട്ട് ചെയ്ത ഒരു ഡിഷാണ്, സീ ഫുഡ് പ്ലാറ്റർ വാഴക്കൂമ്പിൽ. ഇത് ഞങ്ങളെ വേറൊരു ഐറ്റംസ് ആണ്. ഇത് ഫിഷ് മാംഗോ കറി. പിന്നെ ഇത് ഇളനീർ ഫിഷ് കറി, ഇളനീറിനകത്ത് ഫിഷ് കറി അടിച്ചതാണ്. ഇത് പ്രോൺസ് വറവൽ. ഇതിനകത്ത് ഫിഷ് പൊള്ളിച്ചതാണ്, ആഗോലി പൊള്ളിച്ചത്. ഇത് ഞണ്ട് തവ ഗ്രില്ല്. പിന്നെ ഇവിടെ സീ ഫുഡ് മാത്രമല്ല, ഞങ്ങൾ ചിക്കനും ബീഫും ഐറ്റംസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് പച്ചക്കായ ബീഫ് വരട്ട്. ഇത് ട്രാവൻകൂർ ചിക്കൻ ഫ്രൈ. ഇത് ഫിഷിനെ കൊണ്ടുവരുന്ന ഒരു ഐറ്റംസ് കിഴിയാണ്, കാന്താരിക്കിഴി, കൂന്തൽ കാന്താരിക്കിഴി. കൂന്തൽ കാന്താരിക്കിഴിയാണ്. നീർവാണ ഫിഷ് കറി. നീർവാണ ഫിഷ് കറിയാണ് ഇതിനകത്ത്. ഇത് ഞങ്ങളെ വേറൊരു ഡിഷാണ്, ആഗോലി പൊള്ളിച്ചത്. അപ്പോൾ അന്നേ ദിവസം ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം അവിടുത്തെ ഷെഫ് തന്നെ നമുക്ക് ഓരോന്ന് പരിചയപ്പെടുത്തി തന്നു. പിന്നെ നോർമലായിട്ടുള്ള ദോശ, മസാല ദോശ, ചപ്പാത്തി, പൊറോട്ട ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ അതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കഴിക്കാൻ വേണ്ടി നമ്മൾ എത്തിയ സ്ഥലം എന്ന് വെച്ചാൽ യാംസ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്ത് ഫ്രണ്ടിൽ തന്നെ, റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയുണ്ടാവും. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ കഴിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചിറ്റൂർ റോഡിൽ സൗത്ത് ജംഗ്ഷനിൽ മെട്രോ പില്ലർ നമ്പർ 731 ചേർന്ന് തന്നെയാണ് യാംസ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഇവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മെനു കാർഡ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില നിലവാരവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം കേട്ടോ.